നമ്മൾ ഈ പാൻ്റെ അകത്താട്ടോ ഈ സ്വർണ്ണം ആയിരിക്കണം നമ്മൾ കിട്ടണ ചെറിയ ഘോര വനത്തിലൂടെ ഒരു സ്വർണ്ണവേട്ട. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മളിവിടെ പബ്ലിക് ഹോളിഡേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ടാസ്ക് എടുത്തേക്ക് വന്നു. നമ്മളിന്ന് എന്നാ വെച്ചാൽ ന്യൂസിലാൻഡിൽ പബ്ലിക്കിന് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണം അരിച്ചെടുക്കാൻ പറ്റും. അതായത് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്ക് അതിനുള്ള മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് സ്വർണ്ണം അരിക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറം ഹവാഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ ഹവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടതെന്ന് സത്യം അറിയില്ല നമുക്ക്. ശരിക്കും ഏത് സ്ഥലത്ത് പോയാൽ സ്വർണം കിട്ടും, എവിടെ പോയാൽ സ്വർണ്ണം അരിക്കാമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ ഹവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയി ചെറിയ ചെറിയ അരുവികളുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണം അരിക്കണത്. നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയിൽ നോക്കി നിൽക്കും, വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വേറെ മാപ്പോ ഗൂഗിൾ മാപ്പോ സംഭവങ്ങളൊന്നുമില്ല. ഈ ഗൂഗിൾ മാപ്പിലൊന്നും ഈ സംഭവം ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പേപ്പറിൽ ചെറിയൊരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മാപ്പ് അനുസരിച്ചാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നു. ഞാൻ പുറത്തുള്ള സ്ഥലം കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫാം ഹൗസുകളാട്ടോ. അതായത് വലിയ വലിയ ഫാമുകളാണ് അത്. ഈ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ മണ്ണിട്ടൊരു വഴിയുണ്ട്. അപ്പം നിലവിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇവിടെയും ഒരു മനുഷ്യനില്ല. ഇവിടെ രാവിലെ 7 മണിയായി. നമ്മൾ വന്ന വണ്ടി അവിടെ കിടക്കണേ. ഇതാണ് ഹൈവേ. ഇവിടെ നിന്ന് ഈ ഉള്ളുവഴിക്ക് കയറി പോകണം. ഇങ്ങോട്ടുള്ള വഴിക്ക് പോകണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹവാഡ് വന്നിട്ട് കുറച്ച് ഉള്ളിയിട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ അരുവികളുണ്ട്. ആ അരുവികളിൽ നിന്നാണ് ഇവിടെയുള്ള ആളുകൾ സ്വർണ്ണം അരിക്കണേന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതനുസരിച്ചാണ് നമ്മളിവിടെ അരിക്കാൻ വന്നത് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലാണ്ട് നമ്മളിങ്ങനെ നിൽക്കുക. നമ്മുടെ കയ്യിൽ ചെറിയൊരു സാധാ ഒരു പേപ്പർ മാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചൊരു രീതിയിൽ നമ്മൾ വഴി കണ്ടുപിടിച്ച് നിൽക്കുന്നത്. നമ്മളിനി പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിട്ട വഴി, അതായത് ജസ്റ്റ് ഗ്രാവൽ മാത്രമേ ഉള്ളൂ. ഈ വഴിക്കാണ് നമ്മളിനി പോകേണ്ടത്. ഈ വഴിക്ക് കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ വണ്ടി പോകില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് നടക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ സ്ഥലത്തെത്താറായി. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ആ മലയുടെ മേലിട്ട് കുറച്ച് നടന്നു പോകണമെന്നാണ്. അതായത് ഈ അരുവികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തായിട്ട് നടന്നു പോകണം. നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങും കേട്ടോ. നമ്മളെന്നായാലും ന്യൂസിലാൻഡിൽ വന്നിട്ട് സ്വർണ്ണം അരിച്ചില്ല എന്നുണ്ട. സ്വർണ്ണം അരിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി പോവുക. റോഡ് ഭയങ്കര റഫാട്ടോ. നമ്മൾ ഫ്രണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഐഡിയ അല്ലേ എവിടെ പോകണം, എവിടെ ചെന്നാൽ സ്വർണം കിട്ടുന്നൊന്നും. അവിടെ ഒരു മന കേട്ടോ. അപ്പം ആ പുള്ളി കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നിട്ടോ അല്ലേ. ക്യാരവാൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ലോഡ് ആൾക്കാരുണ്ടാവും അവിടെ.
ബക്കറ്റും ക്രിക്കറ്റും ഒക്കെ ആൾക്കാർ തിരിച്ചു വരാൻ നേരത്ത് മലവെള്ളപ്പാച്ചിലാണ് ഒലിച്ചും പോകും. ഇതന്നെ ഉണ്ട് ഇവിടെ മെഷീനൊക്കെ ഉണ്ടോ അപ്പൊ എവിടെ അങ്ങ് ഫ്രണ്ടിലോട്ടെ എവിടെ പോയാലോ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോവാം. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്നോ എങ്ങോട്ടാ പോകേണ്ടതെന്നോ നോ ഐഡിയ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്നോ എവിടെ ഈ സംഭവം കിട്ടണേന്നോ ഒരു ഐഡിയ ഇല്ല. ചുമ്മാ പോവാം, പോയി നോക്കാം അല്ലേ. പക്ഷെ മറ്റവൻ പറഞ്ഞ വഴിക്ക് ഈ വഴിക്കല്ലേ പോകണ്ടേ? ഈ ഫെൻസിങ്ങിൻ്റെ സൈഡിൽ കൂടെയോ? ഓഫ് റോഡ് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ മേളിൽ പോകാമായിരുന്നു അല്ലേ. പക്ഷെ എൻ്റെ മോനെ ഇതിപ്പോൾ ഒത്തിരി നടക്കാനിട്ട് വേണ്ടേ. ഇതായിരിക്കും ട്രാക്ക്. നോ ഐഡിയ എവിടെ പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ പോകുന്നു. ബാക്ക് എടുക്കുക, വിൻഡ്രോയുടെ മുഖം വരുത്തും. ഓ കുറച്ചധികം നടക്കണം കേട്ടോ. രണ്ടിടത്തും ഇതൊക്കെ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല. പക്ഷേ ഇതൊക്കെ ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് അല്ലേ. നമുക്ക് ഇതിനു മുമ്പ് ഇത് ചെയ്ത ഒരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. യൂട്യൂബിൽ നോക്കി കണ്ട കുറേ കാര്യങ്ങളും അതുപോലെ കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സുകൾ പറഞ്ഞൊരറിവും വെച്ചാണ് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഫ്രണ്ടിട്ടുള്ള വ്യൂ ഭയങ്കര രസമാണ്, പോണ വഴികൾ രസമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം പോലും ഇല്ല എന്നുള്ളത് സത്യം. നമ്മൾ താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സൈഡിൽ കൂടെ ഫ്രണ്ടിട്ട് പോയി കഴിഞ്ഞാൽ സ്പോട്ടുണ്ടെന്ന് കേട്ടോ. സോ നമ്മളങ്ങനെ ആ വഴിച്ചാലിലൂടെ മുമ്പിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ആളുകൾ സൈഡിൽ നിന്ന് സംഭവം ആയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മേലിട്ട് പോവുക. ചാൻസസ് മേളിലായിരിക്കും കൂടുതൽ. ആണോ? നമുക്കാണെങ്കിൽ ഇവിടെ എവിടെയും നോക്കാട്ടോ അല്ലേ. പക്ഷെ ഫ്രണ്ടിട്ട് വഴിച്ചാലുണ്ടല്ലോ നന്നായിട്ട്. ഒത്തിരി ആളുകൾ പോകണ്ടല്ലോ ഫ്രണ്ടിട്ട്. എവിടെയല്ലേ പറഞ്ഞ വനത്തീക്കടെ പോണെന്നാ. ഇത് നോക്കി എന്റെ മോനെ, ഇത് കൊള്ളാം. ഇതിന്റെ ഉള്ളിട്ട് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതിന്റെ കമ്പ് ഇറങ്ങിക്കോണ്ടോ. ഓടാനൊന്നും അതിന്റെ ഉള്ളിട്ടൊന്നും പോകാൻ പറ്റില്ല. ഘോരവനം, ഘോരവനത്തിലൂടെ ഒരു സ്വർണ്ണവേട്ട. നമുക്കതേ മേളിൽ വേണേ ഇരിക്കാം കേട്ടോ. എന്നാ ഇത്ര ഉള്ളിട്ടായുണ്ടല്ലേ മല. വഴി ഇങ്ങനെ മേളിക്കടെ ഇങ്ങനെ ആൾക്കാർ നടന്ന് മേളിട്ട് പോയതായിരിക്കും. എനിക്ക് തോന്നുന്നു മേലിട്ട് പോകുന്നതിന് ചാൻസസ് കൂടുന്നു തോന്നുന്നു കിട്ടാൻ അല്ലേ. അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഇല്ല അതെ. നമ്മൾ മനസ്സൊരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ തന്നെ നിന്ന് പിടയ്ക്കണം. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. അയ്യോ
ഓ മൈ ഗോഡ്. എൻ്റെ അമ്മോ, ഇത് മറ്റേ പൈനല്ലേ? പൈനുണ്ടായി നിൽക്കണുണ്ടോ? ഭയങ്കരമായിട്ട് അടുത്തടുത്തടുത്തടുത്ത് ഇതിൻ്റെ കൊമ്പുകൾ താഴേന്ന് തൊട്ട് മേളിയിട്ട് ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട്. രസമാണ് ഇതൊക്കെ, ഒരു എക്സ്പീരിയൻസാ അല്ലേ? ഇങ്ങോട്ട് അധികം ആളുകൾ വന്ന സ്ഥലമല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇത് മറ്റേ അനാക്കോണ്ട എന്ന് പറഞ്ഞ ഫിലിമിൽ മറ്റേ ആ ഫ്ലവർ പറിക്കാൻ പോണ അവസ്ഥയാണല്ലോ കൂട്ടുകാരാ. ഓ ഇവിടെ ഇരുന്നിട്ടില്ല ഇവിടെ. ആ ഇവിടെ ആൾക്കാർ വന്നാനെയാ. അതെ അതെ. നമ്മൾ താഴേന്ന് കുറേ നടന്ന് മെല്ലെത്തിട്ടോ, കുറേ മേലിട്ട് വന്നു. ആ ഇവൻ്റെ ഇങ്ങോട്ട് വലിയ വെള്ളമില്ലല്ലോ. കൈയൊക്കെ ഐസായിട്ടോ, ഒടുക്കത്തെ തണുപ്പാ. എന്തേ ഇതൊക്കെ ഇവിടെ വെച്ച് അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട്. ആ ആ അതെ. ഈ മണ്ണ് കണ്ടോ? ഈ മണ്ണ് കണ്ടോ? നല്ല തണുപ്പാട്ടോ പുറത്ത്. നമ്മൾ അങ്ങനെ ഈ ചെറിയ അരുവിയുടെ ഏറ്റവും ടോപ്പിൽ കുറേ മേലിട്ട് പോന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അരിച്ചു നോക്കാം അല്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുത്തിട്ട് നമ്മൾ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ സ്ട്രെയിൻ ചെയ്തെടുക്കും കേട്ടോ. കാരണം നമ്മൾ കുറച്ച് മണ്ണ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് നമ്മൾ ഈ സാധനം അരിച്ചെടുക്കണേ. ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല, ചെയ്തു നോക്കുക. നമ്മൾ പണി തുടങ്ങിയിട്ടോ. നമ്മൾ ഈ പാൻ്റെ അകത്താട്ടോ ഈ സ്വർണ്ണം അരിക്കണം. നമ്മൾ ഒത്തിരി മണലരിച്ചു. അങ്ങനെ അരിച്ചരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടണ ചെറിയ കണ്ടോ കണ്ടോ, നമ്മളിങ്ങനെ അരിക്കുമ്പോൾ ഗോൾഡ് ഇങ്ങനെ കിട്ടും. ഇതാണ് ഗോൾഡ്. നമ്മളിങ്ങനെ അരിച്ചരിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ഗോൾഡ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അരിച്ചപ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടിട്ടോ. കണ്ടോ, രണ്ട് ചെറിയ തരി. കണ്ടോ, ഇതാണ് ഗോൾഡ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി കുറേ അരിച്ചു കേട്ടോ. കുറച്ചൊക്കെ കിട്ടി. ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ വെള്ളത്തിന് ഭയങ്കര തണുപ്പാട്ടോ. ഇതൊക്കെ ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഓർത്ത് ചുമ്മാ ഒരു രസത്തിന് ഇന്നൊരു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ. പക്ഷേ സാധനം കിട്ടിയിട്ടോ സംഭവം. പക്ഷേ പ്രൊഫഷണലായിട്ട് അരിക്കണവരുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് കിട്ടും. നമുക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വന്ന് യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചൊക്കെ സംഭവം സെറ്റ് ചെയ്താട്ടോ. പക്ഷേ നമുക്കും കുറച്ച് താരങ്ങളൊക്കെ കിട്ടിയിട്ടോ. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. ഇതിൻ്റെ മേലേട്ട് ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട് ഇത് അരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സംഭവം അടിപൊളിയാണ്.
ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് സ്വർണ്ണം അരിക്കാൻ വന്നിട്ട് അതൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും ചെയ്തു കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ കിട്ടി. പക്ഷേ ഇത് പ്രൊഫഷണലായിട്ട് അതിൻ്റെ ടൂൾസൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് കിട്ടും. അരിച്ചെടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അരിച്ചതിൻ്റെ കൂടെയൊക്കെ കുറേ ഗോൾഡ് പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ കുറച്ചൊക്കെ കിട്ടി. കാട്ടിത്തരാം കേട്ടോ അവസാനം. ഇവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ സാധനം പോവും. ഇതൊക്കെയാണ് വഴികൾ. ഈ ചെറിയ അരുവിയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയത്. ഒത്തിരി ആൾക്കാർ അതിൻ്റെ മേലിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ സാധനം കിട്ടും കേട്ടോ. ഷുവറാണ്, 101% ഷുവറാണ്. അങ്ങനെ നമ്മൾ സ്വർണ്ണം അരിക്കാൻ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനം കിട്ടും. ഒത്തിരി ആളുകളോട് വന്ന് സ്വർണ്ണം അരിക്കും കേട്ടോ. അപ്പോൾ എന്നായാലും നമ്മൾ നെക്സ്റ്റ് ടൈമിൽ എന്നാലും അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ. നമ്മൾ എന്നായാലും അടിപൊളിയായിട്ട് സെറ്റാക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം കേട്ടോ.